സനോജ്, ഇപ്പോൾ ഇന്ത്യ ഔദ്യോഗികമായി പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെ? ബിനിൽ, അതായത് പാകിസ്ഥാന്റെ പ്രകോപനം തുടരുന്നു. മറ്റൊന്ന്, വലിയ രീതിയിലുള്ള ഒരു നാശം വിതയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നു. പക്ഷേ ഇന്ത്യ അതിനെ കൃത്യമായി പ്രതിരോധിക്കുന്നു എന്ന് തന്നെ പറഞ്ഞു വയ്ക്കുന്നു. ഇന്ന് രാവിലെ അടക്കം പാകിസ്ഥാനിൽ നിന്നുള്ള ആക്രമണം സംബന്ധിച്ച കാര്യങ്ങളുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. അതിൽ ഏറ്റവും പ്രധാനമായി പറഞ്ഞത് ജമ്മു കശ്മീരും ഒപ്പം തന്നെ പഞ്ചാബ് മേഖലയെയും കാര്യമായി ലക്ഷ്യം വയ്ക്കുന്നു. ഒപ്പം തന്നെ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഗുജറാത്തിലെ ആ പടിഞ്ഞാറൻ ഫ്രണ്ട് എന്ന് പറയുന്ന അത്തരം മേഖല, അതായത് ഭുജ് വിമാനത്താവളം ഉൾപ്പെടെ അല്ലെങ്കിൽ കച്ചിൻ്റെ സമുദ്രാതിർത്തി പങ്കിടുന്ന മേഖലകളിലടക്കം വലിയ രീതിയിലുള്ള സൈനിക നീക്കത്തിനുള്ള ശ്രമങ്ങൾ അല്ലെങ്കിൽ ആക്രമണ പദ്ധതികൾ പാകിസ്ഥാൻ നടത്തുന്നു. ഇത് വളരെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള പ്രത്യാക്രമണം അല്ലെങ്കിൽ അതിൻ്റെ പ്രതിരോധമാണ് ഇന്ത്യ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം ഏറ്റവും പ്രധാനമായി പറഞ്ഞത് സാധാരണക്കാരായ കശ്മീരിലെയും പഞ്ചാബിലെയും സിവിലിയൻസിനെ ലക്ഷ്യം വെക്കുന്ന തരത്തിലേക്കുള്ള ആക്രമണം പാകിസ്ഥാൻ നടത്തുന്നു. മറ്റൊന്ന്, പല മേഖലകളിൽ ഇപ്പോൾ ശ്രീനഗറിൽ സ്കൂളിന് നേരെ ആക്രമണം നടക്കുന്നു. കഴിഞ്ഞ ദിവസം നമുക്കറിയാവുന്നതുപോലെ രജൌരിയിലും അതുപോലെ സാംബ ഡിസ്ട്രിക്റ്റിലും അടക്കം നടന്ന ആക്രമണങ്ങളെ കുറിച്ചറിയാം. രജൌരിയിൽ ഇന്ന് സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനടക്കമുള്ളവർ മരിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം കൺഫേം ചെയ്തിരിക്കുന്നു. രാജ്കുമാർ താപ്പ മരിച്ച കാര്യം, കൊല്ലപ്പെട്ട കാര്യം അടക്കം പറഞ്ഞിരിക്കുന്നു. ഏറ്റവും പ്രധാനമായി പറഞ്ഞു വയ്ക്കുന്ന ചില കാര്യങ്ങൾ, ഒന്ന്, ഈ പറയുന്നത് പോലെ സാധാരണ സിവിൽ ഏവിയേഷൻ റൂട്ടിനെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സാധാരണ വ്യോമ പാതയെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ വിമാനങ്ങളെ മറയാക്കി ഡ്രോൺ ആക്രമണം നടത്തുന്ന കാര്യം ആവർത്തിക്കുന്നു. അത്തരത്തിൽ അതിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള പാകിസ്ഥാന്റെ ആക്രമണമാണ് നടക്കുന്നത്. മറ്റൊന്ന്, വളരെ തെറ്റായ രീതിയിലുള്ള വാർത്തകൾ പാകിസ്ഥാൻ പ്രചരിപ്പിക്കുന്നു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് S-400 അടക്കം S-400നെ തകർത്തു എന്ന് പറയുന്ന കാര്യം ഇന്ത്യ നിഷേധിച്ചിരിക്കുന്നു. ഒപ്പം സൂറത്തിൽ അടക്കമുള്ള ആക്രമണങ്ങളെക്കുറിച്ച് ഉദ്ധംപൂരിലും ആദംപൂരിലും നടത്തിയിട്ടുള്ള ആക്രമണങ്ങളിൽ അവിടുത്തെ എയർബേസുകൾ തകർത്തു എന്ന് പാകിസ്ഥാൻ അവകാശപ്പെടുന്നതിനെ വിക്രം മിസ്രി നിഷേധിക്കുന്നു. അത് ഇന്ത്യ ഏതായാലും അങ്ങനെ നടന്നിട്ടില്ല എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചുകൊണ്ടാണ് വാർത്താ സമ്മേളനം നടത്തിയിരിക്കുന്നത്. ഏതായാലും ഇനിയുള്ള മണിക്കൂറുകളിൽ കൂടുതൽ സജ്ജമായും കൂടുതൽ വലിയ പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾക്ക് ഇന്ത്യ സജ്ജമാണ് എന്ന് പറഞ്ഞു വയ്ക്കുന്നതിനോടൊപ്പം വലിയ രീതിയിൽ ആളുകളിൽ, ജനങ്ങളിൽ പരിഭ്രാന്തിയും ഭിന്നിപ്പും ഉണ്ടാക്കാനുള്ള സംഘർഷ സാധ്യതയെ ട്രിഗർ ചെയ്യാനുള്ള ശ്രമം പാകിസ്ഥാൻ നടത്തുന്ന കാര്യം ഇന്നലെ പറഞ്ഞതുപോലെ ഇന്നും പറയുന്നു. കാരണം നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്, കശ്മീരിലും പഞ്ചാബിൻ്റെ പല മേഖലകളിലെയും ഗുരുദ്വാരകളെ തകർക്കുന്ന തരത്തിലേക്കുള്ള നീക്കങ്ങൾ നടത്തിയ കാര്യത്തിൽ അതിൻ്റെ എക്സ്റ്റൻഷനായിട്ടാണ് ഇന്ന് പറഞ്ഞത്. അതായത് സാധാരണ സിവിലിയൻസിനെ കശ്മീരിലെയും പഞ്ചാബിലെയും സിവിലിയൻസിനെ ലക്ഷ്യം വയ്ക്കുന്നു. ഏതായാലും പാകിസ്ഥാൻ വലിയ രീതിയിലുള്ള ആക്രമണ രീതി മുന്നോട്ട് കൊണ്ടുപോവുകയും വലിയ പ്രകോപനങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. അതിൽ പ്രധാനമായും ഷെല്ലാക്രമണങ്ങൾ തുടരുന്നു എന്ന കാര്യം പറയുന്നുണ്ട്. ഏതായാലും പൂഞ്ച് മേഖലയിലും കുപ്വാരയിലും അതുപോലെ തന്നെ അഗ്നൂരിലും അടക്കം ആ മേഖലകളിലെല്ലാം തന്നെ ഏറ്റുമുട്ടലുകൾ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായി പറഞ്ഞത് സിവിലിയൻസിന് ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ധാരാളമായി സിവിലിയൻസിനെ ലക്ഷ്യം വയ്ക്കുന്നു. മറ്റൊന്ന്, ഗുജറാത്ത് മേഖലയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണ പദ്ധതി സൈന്യം പാകിസ്ഥാൻ മുന്നോട്ട് വയ്ക്കുകയും അത്തരം രീതിയിലേക്കുള്ള നീക്കം നടത്തുന്നു എന്നുള്ളതാണ്. ഏതായാലും ഇതിനുള്ള പ്രത്യാക്രമണം സംബന്ധിച്ചും പാകിസ്ഥാനെതിരായിട്ട് നടത്തിയിട്ടുള്ള നീക്കങ്ങൾ സംബന്ധിച്ചും അടക്കം വിശദീകരിച്ചിരിക്കുന്നു. വളരെ ബ്രീഫ് ചെയ്ത് വളരെ ചുരുക്കി പ്രിസൈസായിട്ടാണ് വാർത്താ സമ്മേളനം നടത്തിയിരിക്കുന്നത്. എന്തായാലും കൂടുതൽ സുരക്ഷയെയും കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങളെയും ഊന്നി പറഞ്ഞുകൊണ്ടുള്ള അത്തരം നടപടികൾ പറഞ്ഞുകൊണ്ട്, മറ്റൊന്ന് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കരുത് എന്ന കാര്യം, മറ്റൊന്ന് ലോകത്തിനു മുമ്പിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാകിസ്ഥാൻ ഇല്ലാത്ത പ്രചരണങ്ങൾ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ കൂടുതൽ അവകാശവാദങ്ങൾ നടത്തിക്കൊണ്ട് വലിയ ആക്രമണം, ഇന്ത്യയുടെ എയർബേസുകളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയെന്ന് തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന രീതിയിലേക്കുള്ള വാർത്തകൾ പടച്ചുവിടുന്നുവെന്നുള്ള അല്ലെങ്കിൽ വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുവെന്നും വിക്രം മിസ്രി പറയുന്നുണ്ട്. ബിനിൽ. ഓക്കെ സനോജ്, തുടരുക.